ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നെയ്ച്ചോറാണ് തയ്യാറാക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് നെയ്ച്ചോർ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നെയ്ച്ചോർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നെയ്ച്ചോർ തയ്യാറാക്കാൻ ഞാനിവിടെ 2 ഗ്ലാസ് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ജീരകശാല അരിക്ക് നല്ലൊരു ഫ്ലേവറാണ്, അത് നമ്മുടെ നെയ്ച്ചോറിൻ്റെ സ്വാദ് കൂട്ടും. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിലാണ് അരി അളന്നെടുത്തത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളമാണിത്. ജീരകശാല അരി തയ്യാറാക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിട്ട് അളന്നു വേണം എടുക്കാൻ. എടുക്കേണ്ട മസാലകൾ: പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, കുരുമുളക്, കാഷ്യൂനട്ട്, കിസ്മിസ്, നെയ്യ്, ഉപ്പ്. നെയ്യ് അല്പം കൂടുതൽ എടുക്കണം. 2 നാരങ്ങ. സവാള ഇതുപോലെ 2 തരത്തിൽ അരിഞ്ഞെടുക്കണം, ഒന്ന് വഴറ്റാനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനും. ആദ്യം അരി വൃത്തിയായി കഴുകി അരമണിക്കൂർ ഒന്ന് കുതിരാൻ വെക്കണം. ശേഷം ഇതിലെ വെള്ളമെല്ലാം വാലാൻ വെക്കണം. ഇതിലെ വെള്ളമെല്ലാം പോകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ഫ്രൈഡ് ഐറ്റംസ് എല്ലാം ഒന്ന് വറുത്തെടുക്കണം. അതിനായി ആദ്യം ഇവിടെ സവാളയാണ് വറുത്തെടുക്കേണ്ടത്. അതിനായി അടുപ്പിൽ ഒരു ചീനച്ചട്ടി വെച്ച് ചട്ടി ചൂടാകുമ്പോൾ അല്പം എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ശേഷം നെയ്ച്ചോറിന് വേണ്ട കാഷ്യൂനട്ട്സും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം. കാഷ്യൂനട്ട്സ് ഓൾറെഡി റോസ്റ്റഡ് ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ വറുത്തെടുക്കുന്നില്ല. കിസ്മിസ് കിസ്മിസ് റെഡിയായതിനു ശേഷം അതേ പാത്രത്തിൽ അല്പം കൂടി നെയ്യ് ഒഴിച്ച് സവാള വഴറ്റിയെടുക്കാം. സവാള നന്നായി വഴന്നതിന് ശേഷം ഇനി എടുത്തു വെച്ചിരിക്കുന്ന അരി ചേർക്കാം. അരി ഒരു 5 മിനിറ്റ് നെയ്യിലിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെ മൂപ്പിക്കുന്ന സമയത്ത് തന്നെ എടുത്തു വെച്ചിരിക്കുന്ന മസാലകളും കൂടെ ചേർക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, കുരുമുളക് എന്നിവയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കും. ഇങ്ങനെ നെയ്യിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്താൽ അരി പൊടിഞ്ഞൊന്നും പോകത്തില്ല. അരി മൂത്ത് കഴിയുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം, ആവശ്യത്തിന് ഉപ്പും നാരങ്ങാ നീരും പിഴിഞ്ഞ് നമുക്കത് തിള വരുന്നിടവും വരെയും ഒന്ന് വെയിറ്റ് ചെയ്ത് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. നാരങ്ങ പിഴിഞ്ഞത് ചേർക്കുന്നത് അരി വെന്ത് കഴിയുമ്പോൾ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാനാണ്. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നീട് ലോ ഫ്ലെയിമിലും ഇട്ട് വേണം നെയ്ച്ചോർ തയ്യാറാക്കിയെടുക്കാൻ. ഓരോ 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് ഇത് നമ്മൾ നെയ്യിൽ മൂപ്പിച്ചെടുത്തത് കൊണ്ട് ഇത് പൊടിഞ്ഞൊന്നും പോകത്തില്ല. ചോറ് നല്ല പാകത്തിനായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്സും വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസ്, സവാള എന്നിവ ചോറിൻ്റെ മുകളിലായി ഒന്ന് വിതറിയിടാം. ശേഷം അല്പം കൂടി നെയ്യ് ഒഴിച്ച് വീണ്ടും ഒരു 10 മിനിറ്റ് മൂടി വെക്കാം. ഈ സമയം തീ ഓഫ് ചെയ്തിട്ടാണ് മൂടി വെക്കുന്നത്. 10 മിനിറ്റിന് ശേഷം അടപ്പ് തുറക്കുമ്പോൾ നല്ല ഒരു മണമാണ് വരുന്നത്. നല്ല പാകത്തിന് നെയ്ച്ചോറായിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളിയും അതോടൊപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നെയ്ച്ചോർ എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഇന്നത്തെ നെയ്ച്ചോറിൻ്റെ റെസിപ്പി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.